ഹലോ നമസ്കാരം. ട്വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്ന് ഈ ആഴ്ച റിലീസ് ചെയ്താണ്. മോനും ഞാനും കൂടിയിട്ട് പോയി കണ്ടു. ഐമാക്സിലാണ് പോയി കണ്ടത്. അപ്പം ഐമാക്സിൽ കണ്ടാൽ ഒരു വ്യത്യസ്തത തോന്നുന്നൊരു സിനിമ തന്നെയാണ്. സം മൂവീസ് ഐമാക്സ് കണ്ടാലും ഡോൾബിയിൽ കണ്ടാലും സാധാരണ സ്ക്രീനിൽ കണ്ടാലും വലിയ വ്യത്യാസം തോന്നില്ല. പക്ഷേ ഇത് അതിൻ്റെ ഒരു സ്പെഷ്യൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഐമാക്സ് കണ്ടു കഴിഞ്ഞാൽ വിത്ത് എ ബിഗ്ഗർ സ്ക്രീൻ കൂടുതലൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി. ആദ്യം കാണണമെന്ന് വിചാരിച്ചൊരു സിനിമയല്ല കേട്ടോ. പക്ഷേ റോട്ടൻ ടൊമാറ്റോസിൽ അതിൻ്റെ റിവ്യൂ റേറ്റിംഗ്സ് വർ പ്രിറ്റി ഗുഡ്. ആൻഡ് ട്വിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് മുമ്പ് ആദ്യം വന്നിട്ടുള്ള ട്വിസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു 96 ഹെലൻ ഹണ്ട് വെച്ചിട്ടുള്ളത്. അത് കണ്ടപ്പം അത്ഭുതപ്പെട്ട് വിട്ടുണ്ട്. നമ്മൾ ചില സമയത്ത് ജുറാസിക് പാർക്ക്, ട്വിസ്റ്റർ, ഇങ്ങനെ ചില സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഒരു അത്ഭുതം തോന്നും. കാരണം ഇതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള സ്പെഷ്യൽ എഫക്ട്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ഇതൊരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് തോന്നി. അന്ന് ട്വിസ്റ്റർ കണ്ടപ്പോൾ എനിക്കത് തോന്നിയതാണ്. അന്ന് ഞാൻ പക്ഷേ തിയേറ്ററിലല്ല പോയി കണ്ടത്. ഞാൻ ഐ സോ ഇറ്റ് ഇൻ വീഡിയോ. എന്തായാലും അന്ന് സിനിമ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും 10-28 വർഷത്തിൽ സ്പെഷ്യൽ എഫക്ട്സ് അത്രയും മാറിയിട്ടുണ്ട് അല്ലേ. എത്ര പെട്ടെന്നാണ് പല പല കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സിനിമേൻ്റെ മേക്കിംഗ് ഓഫ് ദ മൂവി, അതേപോലെ അതിൽ ഉപയോഗിക്കുന്ന സൗണ്ട് എഫക്ട്സ്, വിഷ്വൽ എഫക്ട്സ്, ഇതിലൊക്കെ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് 28 വർഷത്തിൽ. അപ്പോൾ എനിക്ക് ആദ്യം കണ്ട സിനിമ അത്ര ഓർമ്മയില്ല. എന്നാലും ബട്ട് ട്വിസ്റ്റേഴ്സ് വെൻ ഐ വാച്ച്ഡ് ഇറ്റ് ഐ റിയലി ലൈക്ക് ദ മൂവി. അതിനൊരു പ്ലോട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് കുറച്ച് കോളേജ് ഗ്രാജുവേറ്റ്സ് പറ്റിയാണ്. അപ്പോൾ അവരുടെ കോളേജ് സ്റ്റുഡൻസ് അവരുടെ സയൻസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഈ ടൊർണാഡോ, ഈ ട്വിസ്റ്റർ സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ അങ്ങനെ ചുഴലി എന്ന് പറയുന്ന സാധനമല്ലേ. അപ്പോൾ അതിനുള്ളിൽ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അമേരിക്കയിലൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ ഈ ചുഴലി കാരണം, ഇങ്ങനത്തെ നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം ധാരാളം ആൾക്കാരുടെ വീടുകൾ എല്ലാം നശിക്കുക. ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ഫിനോമിനനാണിത് പല സ്ഥലങ്ങളിലും. അപ്പം ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന കാലിഫോർണിയയിൽ എർത്ത് പ്രോൺ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുമാതിരി ഇങ്ങനെ ട്വിസ്റ്റേഴ്സും ടൊർണാഡോസും ചുഴലിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു കഥ തന്നെ വരുന്നത്. അപ്പോൾ അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ പഠിക്കുക, ഇതിൻ്റെ ഡാമേജ് കുറയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സയൻസ് പ്രോജക്റ്റിൽ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവരെന്തോ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാധനം ഒരു സംഭവം ഇവർ ആ ടൊർണാഡോൻ്റെ അവിടെ എത്തിയിട്ട് ഈ ടൊർണാഡോൻ്റെ ഉള്ളിൽ കൂടെ ഇവർ ഈ സംഭവത്തിന് വിട്ട് കഴിഞ്ഞാൽ അത് ധാരാളം സയൻസാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞത് എഞ്ചിനീയറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പുസ്തകം തിരിഞ്ഞ് വീണ്ടും പോയി പുസ്തകം റെഫർ ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ്. പക്ഷേ അതിനെപ്പോലെ വലിയ സയൻസ് പ്രോജക്റ്റിനെ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടം സംഭവിക്കും. അപകടം സംഭവിച്ചിട്ട് അതിൽ 2 ആൾക്കാർ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. അത് ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ ഈ സംഭവം നടക്കട്ടോ. പക്ഷേ അതിൻ്റെ മെയിൻ മൂവി വരുന്നത് അത് കഴിഞ്ഞൊരു 5 വർഷത്തിന് ശേഷം വീണ്ടും ചില ഗ്രൂപ്പുകൾ ഈ ട്വിസ്റ്റേഴ്സിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി റൺ ചെയ്യാണ്. അങ്ങനെ അതിൽ സർവൈവ് ചെയ്തിട്ടുള്ള ഒരാൾ ഇതിലേക്ക് വരികയാണ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദിസ്. അപ്പോൾ അതിന് കുറേ രസകരമായിട്ടുള്ള സാധനം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്കാണ്ട് പോവുക, ഗംഭീര വണ്ടികളൊക്കെയാണ്. വണ്ടിപ്രാന്തന്മാർക്ക് ചിലപ്പോൾ വണ്ടികളോടുള്ള അതിൻ്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് എവ്രി മൂമെൻ്റ് ഓഫ് ദ മൂവി എക്സൈറ്റ്മെൻറ്റ് ഉള്ളൊരു സംഭവമാണ്. ലാസ്റ്റ് സീന് ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ എം നോട്ട് ഗിവിങ് എനി സ്പോയിലേഴ്സ്. പക്ഷേ ലാസ്റ്റിൽ ഇവർ ഇതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു തിയേറ്ററിൽ പോയിട്ട് അഭയം തേടുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ തിയേറ്ററിലെ സ്ക്രീനിൽ ഇങ്ങനെ സിനിമ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനൊക്കെ പൊളിയും. സ്ക്രീനൊക്കെ പൊളിഞ്ഞിട്ട് ഇവരിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ കസേരേൻ്റെ മുകളിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സ്ക്രീനിൻ്റെ പുറത്ത് ഈ ട്വിസ്റ്റർ വന്നിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമ കാണുന്ന മാതിരി. അത് കണ്ടപ്പം എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം തോന്നി. അതായത് ഞാനൊന്നും ഒരിക്കലും അങ്ങനത്തെ ഒരു നാച്ചുറൽ കലാമിറ്റി, അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ അഭിമുഖീകരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ അഭിമുഖീകരിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ ടി വിയിൽ കാണുക, സിനിമയിൽ കാണുക, ഒരു AC റൂമിൽ ഇരുന്നിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് അത് അനുഭവിച്ച ആൾക്കാരെ മാതിരി നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളത് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നി. ബട്ട് ഈവൻ ദെൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അതിലെ കുറേ കാര്യങ്ങൾ, ഹൗ വി ലൂസ്
പീപ്പിൾ ക്ലോസ് ടു അസ്, നമ്മളുടെ വീട്, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ ഉണ്ട്. ഇറ്റ്സ് ഓൾവേസ് മനുഷ്യൻ്റെ തുടക്കകാലം തൊട്ട് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു 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 വലിയൊരു സംഘടനം നടക്കുന്നുണ്ട്. കാരണം പ്രകൃതിയിൽ പല കാര്യങ്ങളുണ്ട്, അതിനെ അതിജീവിക്കാൻ മനുഷ്യൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിക്ക് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു പ്രകൃതിയെപ്പറ്റി അറിയുന്നൊരു വ്യക്തിയൊന്നുമല്ല, എന്നാലും നമ്മൾ സിനിമ കാണുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ചെറിയ ചെറിയ ചിന്തകൾ ഞങ്ങളൂടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് എ അഡ്വഞ്ചറസ് മൂവി, ഒരു തിയേറ്ററിക്കൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കാണണമെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റേഴ്സ്. അധികം രണ്ടാമത്തെ സിനിമയാവുന്ന സമയം നന്നാവില്ല എന്നുള്ള സംശയമൊക്കെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് ഐ തിങ്ക് ഇതിൽ അനദർ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ഇതിലുള്ള എന്താ വെച്ചാൽ, വളരെ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള PhD ഒക്കെ ഉള്ള അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ വന്ന്. അവിടെ വേറെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു ചങ്ങായി വരുന്നുണ്ട്. യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു കൗബോയ് ലൈനിലുള്ള ഒരു കക്ഷി. അപ്പോൾ അയാളുടെ എന്താ പറഞ്ഞാൽ, അയാളുടെ ഒരു ഭയങ്കര ഉറക്കം സംസാരിക്കുക, അങ്ങനെയുള്ള എല്ലാ ക്യാമറയിൽ പകർത്തുക, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പും ഒരു ഭയങ്കര എഡ്യൂക്കേറ്റഡ് ഗ്രൂപ്പും ഇവരെ മറ്റുള്ളവരുടെ വേഷവും കാര്യങ്ങളും ഇവരുടെതൊക്കെ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആക്കിയിട്ടാണ് അവരെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് പേരുടെ ഒരു ക്ലാഷും, പക്ഷെ അവരെ രണ്ട് പേരെയും കണക്ട് ചെയ്യുന്നത് എന്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, വാട്ട് ഈസ് കണക്റ്റിംഗ് ദം വെൻ എൻ ഇഷ്യൂ ലൈക്ക് ടൊർണാഡോ ഓർ സംതിങ് കംസ് ബിഫോർ അസ് എന്നുള്ളത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുന്ന സമയത്ത് പലതും നഷ്ടപ്പെട്ട ആൾക്കാരെ പ്രോഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന അങ്ങനത്തെ ഒരു ആസ്പെക്റ്റും കൂടെ അതിലുണ്ട്. പക്ഷെ അവരെ സഹായിക്കാൻ വേണ്ടി നോക്കുന്നത്, ഇതിൽ ആരുടെ ഔട്ട്ലുക്കാണ് ശരി എന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ ലെയേഴ്സ് ഓഫ് സംഭവങ്ങൾ സിനിമയുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് വാട്ട് നെക്സ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പല ആൾക്കാരും മലയാള സിനിമ അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുകൊണ്ടല്ല, മലയാള സിനിമകളെ പറ്റി പറയുന്ന സമയത്ത് എപ്പോഴും ആൾക്കാർ പക്ഷം ചേർന്നിട്ട് ഇത് ശരിയല്ല അത് ശരിയല്ല. നമ്മൾ ഇംഗ്ലീഷിനെ പറ്റിയിട്ടും അന്യഭാഷാ സിനിമകളെ പറ്റി പറയുമ്പോഴും ആൾക്കാരുടെ കമൻറ്റുകൾ കാണാറുണ്ട്, നിങ്ങൾക്കതിൻ്റെ കഥ ശരിക്കും മനസ്സിലായില്ല എന്നുള്ളത്. ഞാനവിടെ പോയി പൈസ കൊടുത്ത് സിനിമ കണ്ടിട്ട് നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്, അല്ലാണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ സിനിമയെ മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, എനിക്കിഷ്ടപ്പെട്ടു. രണ്ട്, എനിക്കിഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്ത സിനിമയെപ്പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഇഷ്ടപ്പെട്ട സിനിമയെപ്പറ്റി സംസാരിക്കും. ആ സിനിമയെ ആധികാരികമായി മനസ്സിലായില്ല, ഇതൊക്കെ വലിയ ബുദ്ധിജീവികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് അതിനൊന്നും സമയമില്ല. അവരങ്ങനെയാക്കാം.